ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025 ജൂൺ മാസം 29 ഞായറാഴ്ച മുതൽ ജൂലൈ 5 ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരഫലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ഈ വാരം സൂര്യൻ മിഥുനം രാശിയിൽ തിരുവാതിര ഞാറ്റുവേലയിലും ചന്ദ്രൻ ശുക്ലപക്ഷ ചതുർത്ഥി മുതൽ ദശമി വരെ ആയില്യം മുതൽ ചോതി വരെയുള്ള നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു. ശുക്രൻ ഇടവൻ രാശിയിൽ കാർത്തിക നക്ഷത്രത്തിലും മിഥുനൻ രാശിയിൽ വ്യാഴം തിരുവാതിര നക്ഷത്രത്തിലും ബുധൻ കർക്കിടകൻ രാശിയിൽ പൂയം നക്ഷത്രത്തിലും ചിങ്ങൻ രാശിയിൽ ചൊവ്വ മകം നക്ഷത്രത്തിലും കേതു ഉത്രം നക്ഷത്രത്തിലും രാഹു കുംഭത്തിൽ പൂരൂരുട്ടാതിയിലും മീനൻ രാശിയിൽ ശനി ഉത്രട്ടാതിയിലും സഞ്ചരിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ ഭാവപകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ വാരഫലം ഇവിടെ വിലയിരുത്തുന്നു. ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഴ്ച തുടക്കം അത്ര മെച്ചപ്പെട്ടതായിരിക്കില്ല. ചന്ദ്രൻ കുജനും കേതുവുമായി യോഗം ചെയ്യുന്നതിനാൽ ആകെ ഒരു ആശയക്കുഴപ്പം അനുഭവപ്പെടുന്നതാണ്. ചില പ്രയത്നങ്ങൾ ആവർത്തിക്കേണ്ടതായി വരും. സന്താനങ്ങളുടെ കാര്യത്തിൽ അവരുടെ പഠനം, വിവാഹം, തൊഴിൽ എന്നിവ സംബന്ധിച്ച് ചില ഉത്കണ്ഠകൾക്ക് സാധ്യതയുണ്ട്. ആഴ്ച പകുതിയോടെ കാര്യങ്ങൾ അനുകൂലമാകുന്നതാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. ചിന്തകൾക്ക് കൃത്യതയും തെളിമയും ഉണ്ടാകും. ജോലിസ്ഥലത്ത് കർമ്മനിരതരാകുവാൻ കഴിയുന്നതാണ്. ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ മനസ്സിൽ വ്യക്തത ഉണ്ടാകുന്നതാണ്. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യാനും അവ വേണ്ട രീതിയിൽ തിരുത്തൽ വരുത്തി മുന്നേറാനും കഴിയുന്നതാണ്. ആരോഗ്യകാര്യത്തിലും ചെലവിൻ്റെ കാര്യത്തിലും ജാഗ്രത അനിവാര്യമാണ്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ശുക്രൻ സ്വക്ഷേത്രത്തിൽ 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ധനാഗമം സുഗമമാകുന്നതാണ്. വാക് സാമർഥ്യം വർദ്ധിക്കും. കുടുംബസുഖം ഭവിക്കുകയും ഭോഗാനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഇഷ്ടജനങ്ങളുമായി സല്ലപിക്കുവാൻ അവസരം വന്നെത്തും. കർമ്മരംഗത്ത് കാര്യമായ തടസ്സങ്ങളൊന്നും സംഭവിക്കില്ല. ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുവാനുള്ള സാഹചര്യം ഒത്തിണങ്ങുന്നതാണ്. 5ാം ഭാവത്തിലെ കേതു ചൊവ്വ യോഗം സന്താനങ്ങളുടെ കാര്യത്തിൽ ഉത്കണ്ഠകൾ സൃഷ്ടിച്ചേക്കും. ചിന്തകൾ കാടുകയറും. ആഴ്ച ആദ്യ ദിവസങ്ങൾക്ക് മേന്മ കുറയാൻ ഇടയുണ്ട്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ രംഗത്ത് സമാധാനം ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് അധികാരമുള്ള ചുമതലകൾ ലഭിക്കുവാൻ കാത്തിരിക്കേണ്ടി വരും. കൃത്യനിഷ്ഠ പുലർത്താൻ സന്താനങ്ങളെ നിർബന്ധിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. കരാർ പണികളിലെ തടസ്സങ്ങൾ നീങ്ങും. പ്രതീക്ഷിക്കുന്ന സന്ദേശം ലഭിക്കുവാൻ കാത്തിരിക്കേണ്ടി വരും. പൊതുപ്രവർത്തനത്തിന് കൂടുതൽ സമയം നീക്കിവയ്ക്കുന്നതാണ്. ഏജൻസി, കമ്മീഷൻ മേഖലകളിൽ ആദായം ഉയരുന്നതാണ്. ചിട്ടി, ലോട്ടറി, നറുക്കെടുപ്പുകളിൽ നേട്ടമുണ്ടാകും. വിദേശത്തുള്ളവർക്ക് തൊഴിൽ സംബന്ധിച്ച് ചില ആശങ്കകൾ ഉണ്ടായേക്കും. കുടുംബത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. ആലോചനകൾ സാക്ഷാത്കരിക്കാൻ ഒരു പരിധിവരെ കഴിയുന്നതാണ്. ചിട്ടി, ലോട്ടറി, ഊഹക്കച്ചവടം എന്നിവയിൽ നേട്ടമുണ്ടാകും. വാരം ആദ്യ ദിവസങ്ങളിൽ ചന്ദ്രൻ കുജനും കേതുവുമായി യോഗം വരുന്നതിനാൽ സമ്മർദ്ദങ്ങൾ ഉയരുന്നതാണ്. മിഥ്യാധാരണകൾ മനസ്സിനെ സ്വാധീനിച്ചേക്കും. ആത്മസംയമനം അനിവാര്യമാണ്. മറ്റ് ദിവസങ്ങളിൽ കാര്യങ്ങൾ അനുകൂലമാകും. കൃത്യനിർവഹണം പ്രശംസിക്കപ്പെടും.
പലവിധ കാര്യങ്ങളിൽ വ്യാപൃതരാകുവാൻ കഴിയും. ഭോഗസംതൃപ്തി ഉണ്ടാകുന്നതാണ്. പ്രണയത്തിൽ സന്തോഷം ഭവിക്കും. കലാപരമായ കാര്യങ്ങളിൽ മനസ്സുറപ്പിക്കും. വീട്ടുപകരണങ്ങൾ വാങ്ങുവാൻ ചെലവുണ്ടാകുന്നതാണ്. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാനസിക സമ്മർദ്ദങ്ങൾക്ക് അയവുണ്ടാകും. പ്രശ്നങ്ങൾ ഭംഗിയായി പരിഹരിക്കുവാൻ കഴിയുന്നതാണ്. ചൊവ്വ കേതു യോഗം ചില സമാധാനക്കേടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർ അത് വിപുലീകരിക്കുവാൻ ആലോചിക്കും. ഇടവക്കൂറുകാർക്ക് ഭോഗസുഖം ഭവിക്കുന്നതാണ്. വിലയേറിയ പാരിതോഷികങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും. മിഥുനക്കൂറുകാർക്ക് അപ്രതീക്ഷിതമായ സഹായം കൈവരുന്നതാണ്. സർക്കാർ കാര്യങ്ങളിൽ പരിശ്രമങ്ങൾക്ക് ഫലം ലഭിച്ചേക്കില്ല. ഗവേഷകർക്ക് പ്രബന്ധരചനയിൽ തടസ്സങ്ങൾ നേരിടും. ബന്ധുക്കൾ തമ്മിലുള്ള കലഹങ്ങളിൽ ഇടപെടുന്നത് വിജയകരമായേക്കും. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദ്യോഗസ്ഥർക്ക് പ്രതീക്ഷിച്ചതിലും ഭംഗിയായി കാര്യങ്ങൾ നിർവഹിക്കുവാൻ സാധിക്കും. മേലധികാരികളുടെ പ്രീതി നേടും. ചില വ്യക്തികളിൽ നിന്നും അപ്രതീക്ഷിതമായി സഹകരണം ലഭിക്കുന്നതാണ്. മൗനത്താൽ എതിർപ്പുകളെ നിരാകരിക്കും. ബിസിനസ്സുകാർക്ക് ന്യായമായ ലാഭം കിട്ടും. ബിസിനസ് വിപുലീകരണം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തും. ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്നതാണ്. പല മേഖലകളിൽ നിന്നും ധനസഹായം കൈവരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അടുത്തുള്ള കലാലയത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നതുമാണ്. പുണർന്ന നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യ ദിവസങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിക്കും. ലഘുപ്രയത്നത്താൽ തന്നെ ചില വലിയ കാര്യങ്ങൾ ആർജിക്കുവാൻ കഴിയും. മേലധികാരികളോട് അകലം പാലിക്കും. ഏതു കാര്യത്തിലും വളച്ചാലും ഒടിക്കരുത് എന്ന ചിന്ത മനസ്സിൽ വേണം. സന്താനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കും. സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്ക് എതിർപ്പുകളെ നേരിടേണ്ടി വരുന്നതാണ്. കടബാധ്യതകൾ ഭാഗികമായി പരിഹരിക്കുവാൻ വഴി തെളിയും. ഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും. വീടോ ഭൂമിയോ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ ശ്രമിക്കുന്നവർക്ക് അവസരം അനുകൂലമാണ്. ശുക്രൻ 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ആഡംബര ചെലവുകൾ വർദ്ധിക്കുന്നതുമാണ്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊണ്ടും കൊടുത്തുമായിരിക്കും മുന്നോട്ട് പോകുന്നത്. ധനവരവ് വർദ്ധിക്കുന്നതിന് അനുസരിച്ച് ചെലവും വർദ്ധിക്കും. ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂടുന്നതാണ്. വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ കഴിയാത്തത് മൂലം പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വരും. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കുറയുകയും കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉയരുകയും ചെയ്യും. സമാധാന ശ്രമങ്ങൾ ജീവിത പങ്കാളി ചെവിക്കൊള്ളണമെന്നില്ല. ശുക്രൻ 11-ൽ സഞ്ചരിക്കുന്നതിനാൽ പിണങ്ങിപ്പോയ പ്രണയം വീണ്ടും സജീവമാകും. ഭൗതികമായി നേട്ടമുണ്ടാകും. കടബാധ്യതകൾക്ക് തെല്ലൊരു ആശ്വാസം ആകും. ആരോഗ്യ പ്രശ്നങ്ങളിൽ കരുതൽ വേണം. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ വാഹനം മോടി പിടിപ്പിക്കാൻ ധനം ചെലവഴിക്കും. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 11-ാം ഭാവത്തിലെ ശുക്രൻ്റെ സഞ്ചാരം ഭൗതികമായ നേട്ടങ്ങൾക്ക് വഴി തുറക്കും. കലാപ്രവർത്തകർക്ക് മികച്ച അവസരം ലഭിക്കും. ന്യായമായ ആവശ്യങ്ങൾ നടന്നു കിട്ടും. സാമൂഹികമായ അംഗീകാരം ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് ആഗ്രഹിച്ച സ്ഥാപനത്തിൽ തന്നെ പ്രവേശനം ലഭിക്കും. ബിസിനസ്സുകാർക്ക് കച്ചവട തന്ത്രങ്ങൾ ഫലം കാണുന്നതാണ്. സംഭാഷണത്തിലെ അശ്രദ്ധ മൂലം വിരോധത്തിന് ഇടയാകുന്നതാണ്. കുടുംബസുഖം തെല്ല് കുറയാൻ ഇടയുണ്ട്. ഗ്രഹനവീകരണം പൂർത്തിയാകും. ലഘുയാത്രകൾ കൊണ്ട് കാര്യസിദ്ധി ഭവിക്കും. സാമ്പത്തികമായി മേന്മ ഉണ്ടാകുന്നതാണ്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന മേഖലയിൽ ഇടയ്ക്കിടെ തടസ്സങ്ങൾ അനുഭവപ്പെടാം. എങ്കിലും വിജയിക്കുവാനുള്ള സാഹചര്യം തുറന്ന് കിട്ടുന്നതാണ്. ഉദ്യോഗസ്ഥരുടെ വാക്കുകൾക്ക് മേലധികാരികളിൽ നിന്നും വേണ്ട പരിഗണന ലഭിക്കുന്നതാണ്.
പാരമ്പര്യ തൊഴിലുകളിൽ നിന്നും ആദായം വർദ്ധിക്കും. സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അണികളുടെ വിശ്വാസം ആർജിക്കുവാൻ കഴിയും. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തും. ദൈവിക സമർപ്പണങ്ങൾക്ക് തടസ്സം നേരിടില്ല. ചിട്ടി, ഇൻഷുറൻസ്, നറുക്കെടുപ്പുകൾ, ലോട്ടറി എന്നിവയിൽ നിന്നും ധനലാഭം ഉണ്ടാകുന്നതാണ്. ആഴ്ച അവസാന ദിവസങ്ങളിൽ അലച്ചിലിനും സാധ്യതയുണ്ട്. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചില നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അർഹതയുള്ളതും ചിലപ്പോൾ അർഹതയില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ കരഗതമാകും. ഔദ്യോഗിക മേഖലയിൽ വളർച്ച തുടരുന്നതാണ്. തൊഴിലിടത്തിൽ സ്വാധീനം വർദ്ധിക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പദവികൾ തേടി വരും. തൊഴിൽ തേടുന്നവർക്ക് പുതിയ ജോലി ലഭിച്ചേക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് അന്യനാട്ടിൽ അവസരം ഉണ്ടാകും. മംഗളകർമ്മങ്ങൾക്ക് മുൻകൈയെടുക്കും. കുടുംബകാര്യങ്ങളിൽ പൂർണ്ണ സംതൃപ്തി പറയാനാവില്ല. ചില സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൃത്യനിഷ്ഠയും സമയനിഷ്ഠയും പാലിക്കുകയും അതിൽ പ്രശംസിക്കപ്പെടുകയും ചെയ്യും. തൊഴിൽ മേഖലയിൽ സംതൃപ്തിയുണ്ടാകും. ബിസിനസ്സിൽ ലാഭം ഉയരുന്നതാണ്. ബന്ധുവിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈയെടുക്കും. ശത്രുക്കളുടെ രഹസ്യ പ്രവർത്തനങ്ങളെ തിരിച്ചറിയുന്നതാണ്. വ്യവഹാരങ്ങൾക്കുള്ള സാഹചര്യം ഉണ്ടായേക്കാം. പക്ഷേ അനുരഞ്ജനത്തിൻ്റെ പാത ഗുണകരമാകും. വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ കഴിയും. പ്രണയികൾക്കിടയിൽ പരസ്പരം തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ആഴ്ച ആദ്യവും അവസാന ദിവസങ്ങളും കൂടുതൽ അനുകൂലമാണ്. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വാരമാണ്. കിട്ടാക്കടങ്ങൾ ഭാഗികമായിട്ട് ആണെങ്കിലും മടക്കി ലഭിക്കും. സാമ്പത്തികമായി വാരം മോശമാകില്ല. അസുഖത്താൽ ക്ലേശിക്കുന്നവർക്ക് ആശ്വാസം അനുഭവപ്പെടും. പുതിയ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് ആലോചനകൾക്ക് സാധ്യതയുണ്ട്. കഴിവ് അംഗീകരിക്കപ്പെടും. ഗൃഹത്തിൽ സമാധാനം നിറയുന്നതാണ്. പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും. ദൈവിക സമർപ്പണങ്ങൾക്ക് മുടക്കം വരില്ല. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ വിശ്വാസം ആർജിക്കുവാൻ കഴിയും. ബന്ധങ്ങൾ ദൃഢമാകുന്നതാണ്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ദൗത്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുവാൻ കഴിയും. പ്രതീക്ഷിച്ചതിൽ അധികം സഹായവും സഹകരണവും ലഭിക്കുന്നതാണ്. മത്സരാധിഷ്ഠിതമായ കരാറുകൾ നേടിയെടുക്കുന്നതിൽ വിജയിക്കുന്നതാണ്. കുടുംബസുഖവും ഭോഗസുഖവും സ്വാഭാവികമായി തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കും. തുലാക്കൂറുകാർക്ക് ഭൂമിയിൽ നിന്നും ആദായം വർദ്ധിക്കും. റിയൽ എസ്റ്റേറ്റ് മേഖല ലാഭകരമാകും. ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും. കന്നിക്കൂറുകാർക്ക് ഔചാരിതമായി ചില ചിലവുകളും വന്നു ചേരും. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ദുർഗുണങ്ങളെ സഹജമായ കഴിവുകളാലും ക്ഷമയാലും മറികടക്കും. ആത്യന്തികമായി നേട്ടത്തിന് ശ്രമങ്ങൾ ആവർത്തിക്കേണ്ടി വരും. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യും. മേലുദ്യോഗസ്ഥരുടെ പ്രവൃത്തികളോടുള്ള അനിഷ്ടം രേഖപ്പെടുത്തുന്നതാണ്. സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കും. രഹസ്യ പരസ്യ നിക്ഷേപങ്ങളിൽ നിന്നും ധനാഗമം ഉണ്ടാകും. ചിട്ടി, ലോട്ടറി, ഊഹക്കച്ചവടം എന്നിവയിൽ നേട്ടമുണ്ടാകും. ആഴ്ച അവസാന ദിവസങ്ങളിൽ ചിലവ് വർദ്ധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് ചേരാൻ അനുമതി കിട്ടുന്നതാണ്. ഒഴിവുകാലം ആസ്വദിച്ച് തീർന്നില്ലെന്ന് തോന്നലുണ്ടാകും. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിശ്വസിക്കുന്ന നിലപാടുകളിൽ ഉറച്ചു നിൽക്കും. നിലപാടുകളുടെ പേരിൽ സഹപ്രവർത്തകരോട് കലഹിച്ചേക്കും. പുതിയ സാങ്കേതിക കാര്യങ്ങൾ പഠിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതാണ്. പാരമ്പര്യ തൊഴിലുകളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് പ്രതിസന്ധികളെ നേരിടേണ്ടി വരും. വിദ്യാഭ്യാസത്തിനുള്ള വായ്പ ലഭിക്കുന്നതാണ്. ഭൂമിയോ വീടോ വിൽക്കുന്നതിനുള്ള ശ്രമത്തിൽ തീരുമാനമാകും. ഏജൻസി കമ്മീഷൻ ഏർപ്പാടുകൾ
വിപുലീകരിക്കുന്നതിന് ശ്രമം നടത്തും. ദാമ്പത്യ ജീവിതത്തിൽ അവസരങ്ങൾ ഉയർന്നേക്കാം. തുലാക്കൂറുകാർക്ക് ചിട്ടിയിലോ ലോട്ടറിയിലോ ഭാഗ്യപരീക്ഷണങ്ങളിലോ നേട്ടമുണ്ടാകും. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ കഴിയും. എന്നാൽ തിരികെ ലഭിക്കുന്നത് വാഗ്ദാന ലംഘനം ആയിരിക്കും. കരാറുകൾ പുതുക്കി ലഭിക്കുന്നതാണ്. എന്നാൽ വ്യവസ്ഥകളിൽ സൂക്ഷ്മത വേണം. വാക്ക് തർക്കങ്ങളിൽ നിന്നും ഒഴിവാകുന്നതായിരിക്കും ഉചിതം. യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകുന്നതാണ്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ ചെലവുകൾക്ക് പോംവഴി കണ്ടെത്തുവാൻ കഴിയും. ഗ്രഹത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് കൂടുതൽ ധനം ചെലവാകും. അധികാരികളെ ഉപദേശിക്കാൻ ശ്രമിക്കുന്നത് ദോഷമായി തീരും. രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നത് കരുതലോടെ വേണം. ഗ്രഹാനുകൂല്യം കുറവുള്ള സമയമായതിനാൽ എല്ലാ കാര്യങ്ങളിലും ഒരു കരുതൽ വേണം. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രതീക്ഷിച്ച പ്രോജക്റ്റുകൾ ലഭിക്കുന്നതാണ്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം കൂടുന്നതാണ്. ബിസിനസ് വിപുലീകരണം സംബന്ധിച്ച ചർച്ചകൾക്ക് ലക്ഷ്യബോധം ഉണ്ടാകും. വിദേശത്ത് കഴിയുന്നവർ നേരിടുന്ന തൊഴിൽ പ്രശ്നങ്ങൾ തുടരപ്പെടുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ കരുതൽ പുലർത്തണം. സംഘടനാ രംഗത്ത് വിരക്തി തോന്നും. എന്നാൽ പദവി തുടരുവാനുള്ള സമ്മർദ്ദം ഉണ്ടാകും. ബന്ധുസമാഗമത്തിലൂടെ സന്തോഷം ഭവിക്കും. ഗ്രഹങ്ങളുടെ സഞ്ചാരമെല്ലാം തന്നെ അനുകൂല ഭാവത്തിൽ അല്ലാത്തതിനാൽ പൊതുവെ എല്ലാ കാര്യങ്ങളിലും കരുതൽ വേണം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വരുമാന സ്രോതസ്സുകൾ പലതും തുറന്നു കിട്ടും. വ്യാപാര വ്യവസായ മേഖലയിൽ ഉള്ളവർക്ക് നേട്ടങ്ങളുടെ കാലമാണ്. ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശത്രുക്കളെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ ബിസിനസ് തന്ത്രങ്ങൾ ചോരാൻ ഇടയുണ്ട്. ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. കലാപ്രവർത്തകർക്ക് അവസരങ്ങൾ തേടി വരുന്നതാണ്. സ്വജനങ്ങളുമായി കലഹത്തിനിടയുണ്ട്. അന്യദേശ യാത്രകൾക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ ഏകദേശ ധാരണ ഉണ്ടാകും. രോഗത്താൽ ക്ലേശിക്കുന്നവർക്ക് ഉപരിചികിത്സ വേണ്ടി വരുന്നതാണ്. ആഴ്ച ആദ്യ ദിവസങ്ങളിൽ ഒരു കരുതൽ വേണം. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദ്യോഗസ്ഥർക്ക് തുറന്ന ചർച്ചകളും സമാലോചനകളും ഉണ്ടാകുന്നതാണ്. പ്രശ്നപരിഹാരത്തിനുള്ള വഴികൾ അതിലൂടെ തെളിയുന്നതും ആണ്. ഗൃഹത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ദാമ്പത്യ ജീവിതം ഊഷ്മളമാകും. സുഖഭക്ഷണവും ന്യായമായ വിശ്രമവും ലഭിക്കും. കൂട്ടുകച്ചവടത്തിൽ താൽപ്പര്യമുണ്ടാകും. സന്താനങ്ങളുടെ പഠന പുരോഗതി സന്തോഷം പകരും. യാത്രകൾ നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ഉപാസനകൾക്കും ദൈവിക കാര്യങ്ങൾക്കും മുടക്കം വരില്ല. വിനോദയാത്രകൾക്കും ഷോപ്പിങ്ങിനും സമയം കണ്ടെത്തും. കലാപ്രവർത്തനത്തിന് സന്ദർഭം ഒത്തുകിട്ടും. ആഴ്ച ആദ്യ ദിവസങ്ങളിൽ ഒരു കരുതൽ വേണം. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളിലും ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായി വരും. പ്രശ്നങ്ങൾ അപ്പോഴപ്പോൾ പരിഹരിച്ചു പോകുന്നതിന് സാധിക്കുന്നതാണ്. ബിസിനസ്സിൽ പകരക്കാരെ ചുമതലകൾ ഏൽപ്പിക്കുന്നത് ഗുണകരമായേക്കില്ല. ഇഷ്ടവസ്തുക്കൾ മോഹവില കൊടുത്ത് വാങ്ങും. കുടുംബത്തിൽ സമാധാനവും സമ്മിശ്രമായിരിക്കും. തൊഴിൽ തേടുന്നവർക്ക് താൽക്കാലിക ജോലി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ഉപജാപത്തിൽ നിന്നും മനസ്താപം ഉണ്ടാകും. പരന്നിന്ന മനസ്സിനെ വേദനിപ്പിക്കും. വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടാൻ അവസരം സിദ്ധിക്കും. സുഖഭക്ഷണവും ആവശ്യത്തിന് വിശ്രമവും ലഭിക്കും. ഭോഗസുഖം അനുഭവപ്പെടുന്നതാണ്. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഗ്രഹ സാഫല്യത്തിന് പല കടമ്പകളും കടക്കേണ്ടി വരും. എങ്കിലും തൊഴിൽ രംഗം ശാന്തമാകുന്നതാണ്. മനസ്സിൻ്റെ ലാഘവത്വം മാറ്റിവെക്കേണ്ടി വരും. മേലധികാരികളുടെ പിന്തുണ ലഭിക്കുന്നതാണ്. യാത്രകൾ മാനസിക സന്തോഷത്തിന് കാരണമാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അന്യനാട്ടിൽ പഠനത്തിന് അവസരം തെളിയും.
ശാരീരിക ക്ഷീണം, ആലസ്യം എന്നിവ അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. അവിചാരിതമായി പല ചെലവുകളും വന്നു ചേരുന്നതാണ്. വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഗൃഹോപകരണങ്ങളോ വാങ്ങുവാൻ സാധ്യതയുണ്ട്. പ്രണയികൾക്ക് പരസ്പര വിശ്വാസം വർദ്ധിക്കും. അതിഥി സൽക്കാരത്തിനും സമയം കണ്ടെത്തുന്നതാണ്. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ കുജന് കേതുയോഗം ഉള്ളതിനാൽ സുഗമമായി നിർവഹിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളിൽ പോലും തടസ്സങ്ങൾ നേരിടുന്നതാണ്. അമിതമായ ആത്മവിശ്വാസം ഗുണം ചെയ്യില്ല. കൂട്ടുകെട്ടുകൾ തള്ളാനും കൊള്ളാനും പറ്റാത്ത അവസ്ഥയായിരിക്കും. തൊഴിൽ രംഗത്ത് സാമാന്യം തൃപ്തിയുണ്ടാകും. മേലധികാരികളുടെ വിശ്വാസം ആർജിക്കുവാൻ കഴിയും. പുതിയ പ്രോജക്റ്റുകളുടെ ചുമതല ലഭിക്കുന്നതാണ്. കാര്യ ആലോചനകളിൽ അംഗീകാരം ശ്രദ്ധിക്കും. കുംഭക്കൂറുകാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ അനുരഞ്ജനം ആവശ്യമായി വരും. ഊഹക്കച്ചവടത്തിലും ഷെയർ മാർക്കറ്റിങ്ങിലും കരുതലുണ്ടാവണം. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങളുടെ വിജയത്തിന് കൂടുതൽ ഊർജവും സമയവും ചെലവഴിക്കേണ്ടി വരും. സഹപ്രവർത്തകരുടെ സഹകരണം സാമാന്യമായിട്ടായിരിക്കും. പ്രവർത്തന മേഖല വ്യാപിപ്പിക്കുവാൻ തീരുമാനിക്കുന്നതാണ്. കരാറുകൾ പുതുക്കി ലഭിക്കും. കൂട്ടുകച്ചവടത്തിൽ കൂടുതൽ കരുതൽ വേണം. വാക്കുകൾ ദുർവ്യാഖ്യാനിക്കപ്പെടാൻ ഇടയുണ്ട്. സന്താനങ്ങളുടെ നിർബന്ധശീലത്താൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ്. രോഗഗ്രസ്തർക്ക് ചികിത്സ ഫലപ്രദമാകും. ആഴ്ച അവസാന ദിവസങ്ങൾക്ക് മേന്മ കുറയുന്നതാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വയം ആലസ്യത്തിന് കീഴടങ്ങിയും അതിജീവിച്ചും മുന്നോട്ട് പോകുന്നതാണ്. അഞ്ചില വ്യാഴം ആലോചനകളെ ക്രിയാത്മകമാക്കും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചാൽ നിരന്തര പരിശ്രമം ആവശ്യമായി വരുന്നതാണ്. സാമ്പത്തിക ബാധ്യതകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ചെലവുകൾ ചുരുക്കേണ്ട കാലമാണ്. അപരിചിതമായുള്ള സംസർഗാദികൾ ഒഴിവാക്കുകയാവും ഉചിതം. സത്യം മറച്ചുവെച്ച് പെരുമാറേണ്ടി വരുന്നതാണ്. അത് മനസ്സിനെ വിഷമിപ്പിച്ചേക്കും. നിലവിലെ സ്ഥിതി തുടരുകയാവും തൽക്കാലം ഉചിതമായിട്ടുള്ളത്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ പതിവാകും. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൂടുതൽ ഉത്തരവാദിത്വങ്ങളോ ചുമതലകളോ ഏറ്റെടുക്കേണ്ടി വരും. കാര്യനിർവഹണത്തിന് പരസഹായം തേടുന്നതായിരിക്കും. ദൗത്യങ്ങളുടെ വിജയത്തിന് കൂടുതൽ അധ്വാനിക്കേണ്ടി വരും. അറിവും സഹജമായ വാസനകളും മാറ്റിവെച്ച് പ്രായോഗികമായി ചിന്തിക്കുന്നതാണ്. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രേഖകൾ യഥാസമയം ലഭിക്കുന്നതാണ്. സാമ്പത്തികമായി മോശം സ്ഥിതി ആയിരിക്കില്ല. ഗ്രഹത്തിൻ്റെ നവീകരണം പൂർത്തിയാക്കും. കാര്യതടസ്സത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കാൻ കഴിയും. പൊതുപ്രവർത്തകർക്ക് എതിർപ്പുകളെ അതിജീവിക്കുവാൻ കഴിഞ്ഞേക്കും. മാതൃസ്വത്ത് അനുഭവയോഗ്യമാകും. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭൗതികമായി തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. കാര്യവിജയം ലഘുപ്രയത്നത്താൽ സാധിക്കുന്നതാണ്. പുതിയ കാര്യങ്ങൾ പഠിച്ചറിയാൻ സമയം നീക്കിവെക്കും. ബന്ധുക്കളുടെ നിർലോഭമായ സഹകരണം പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിലിടത്തിൽ ജോലിഭാരം കൂടാൻ ഇടയുണ്ട്. ആഡംബര ചെലവുകൾക്കും സാധ്യതയുണ്ട്. ആകസ്മികമായി ചില യാത്രകൾ ഉണ്ടാകുന്നതാണ്. കോടതി വ്യവഹാരങ്ങളിൽ അനുകൂല വിധി ഉണ്ടാകാം. ഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും. പുതിയ സംരംഭങ്ങളുടെ ആരംഭത്തിന് അല്പം കൂടി കാത്തിരിക്കുന്നത് ഉചിതമാകും. ആഴ്ച അവസാന ദിവസങ്ങൾക്ക് മേന്മ കുറയാം. വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അഭിപ്രായം രേഖപ്പെടുത്തുക.